സ്മൃതി, ഇന്നിപ്പോൾ ജോർജ് കുര്യൻ്റെ പ്രസ് മീറ്റ് കാണുകയായിരുന്നു. അടുത്ത കാലത്ത് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ജുഗുപ്സാവഹമായൊരു പ്രസ് മീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നത്. ന്യൂനപക്ഷം ഭയപ്പെടണമോ എന്നതാണ് ചോദ്യം. ന്യൂനപക്ഷം ഭയക്കണമല്ലോ. ന്യൂനപക്ഷം ഭയന്നിട്ടാണ് കുറച്ചു കാലമായിട്ട് ഇവിടെ കഴിയുന്നത്. ഇത്രയും കാലം മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഭയവും അവർ കടന്നുപോയ കാര്യങ്ങളുമാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളത്. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ അവരുടെ ഭാഗത്തുനിന്ന് തന്നെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതും ഒരുപക്ഷെ ശക്തമായി പ്രതികരിക്കുന്ന ഇപ്പോഴായിരിക്കാം. നമ്മളുടെ മുന്നിൽ കണക്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബാബറി മസ്ജിദ്, പിന്നീട് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഈ മുത്തലാഖ് നിയമം തുടങ്ങി ഒരുപാട് പദ്ധതികൾ നടപ്പാക്കി കഴിഞ്ഞു. ഇപ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ ഒഴിച്ച് അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ മുസ്ലിം ന്യൂനപക്ഷം ശക്തമായി എതിർക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടോ? അപ്പോൾ വിധേയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് വിചാരധാരയിലെ അടുത്ത ശത്രുക്കൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളിലേക്കും കടന്നു വന്നിട്ടുള്ള കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ക്രിസ്ത്യൻ സംഘടനകൾ തന്നെ നടത്തിയ കണക്കെടുപ്പ് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ എത്രത്തോളം ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു, പള്ളികൾ ആക്രമിക്കപ്പെടുന്നു, പുരോഹിതർ ആക്രമിക്കപ്പെടുന്നു, കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, അതിൻ്റെ കണക്ക് നമ്മളിലുണ്ട്. ആ കണക്കുകളും ഉയർന്ന കണക്കുകളാണ്, താഴ്ന്നല്ല പോകുന്നത്, ഉയർന്നാണ് പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അപ്പോൾ ആ യാഥാർത്ഥ്യത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ മതമേലധികാരികൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ചോദ്യം, അവർ ഭയപ്പെടുന്നു, അത് വിധേയപ്പെട്ടിട്ടാണോ അത് പരിഹരിക്കാൻ നോക്കുന്നത്, അതോ കർശനമായ നിലപാടോട് കൂടിയാണോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം. ഇന്നലെ നമ്മൾ കണ്ടതാണ്, ശക്തമായ ഒരു പ്രതികരണം വരുന്നുണ്ട്. ആദ്യം ചങ്ങാത്തം ഇനി നീതി കിട്ടിയിട്ട് മതി എന്നുള്ള പ്രതികരണം നമ്മൾ കാണുന്നുണ്ട്. ചങ്ങാത്തം ഇനി നീതി കിട്ടിയിട്ട് മതി, അത് കഴിഞ്ഞിട്ട് ചായ കുടി മതി എന്ന തീരുമാനം നമ്മൾ കാണുന്നു. പക്ഷേ ഇന്നിപ്പോൾ കാണുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷന്മാരെ കാണാൻ പോകുന്നു, സീറോ മലബാർ സഭയെ കാണാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനി ആരെങ്കിലും കാണാൻ വരുമ്പോൾ വാതിലടയ്ക്കണമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ കാണാൻ വരേണ്ട എന്നൊരു സന്ദേശം കർശനമായി നൽകാൻ അവർക്ക് കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ കഴിയുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ കന്യാസ്ത്രീകളുടെ വിഷയം നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തതാണ്. ഇതിപ്പോൾ കന്യാസ്ത്രീകളുടെ വിഷയത്തിലേക്ക് വന്നതുകൊണ്ട്, ഏത് സഭയിൽ പെടുന്നു എന്നതുകൊണ്ടാണ് ഒരുപക്ഷെ പ്രതികരണത്തിലേക്ക് വന്നത്. ദളിത് ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ എന്ന വിഷയമൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ടത്. കാരണം കേരളത്തിൽ ഇപ്പോൾ കാണുന്ന കാഴ്ച, ഇന്ന് തെരുവിൽ വലിയ പ്രതിഷേധം, കന്യാസ്ത്രീകൾ തെരുവിലേക്ക് ഇറങ്ങിയ ഒരു വലിയ പ്രതിഷേധം നമ്മൾ ഇന്ന് ആലപ്പുഴയിൽ കണ്ടു. അതല്ലാതെ ഇന്നും വേറെ പ്രതിഷേധങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ദേവലോകത്ത് മതമേലധ്യക്ഷന്മാർ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രതിഷേധം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നോക്കൂ, പ്രതിഷേധിക്കുമ്പോഴും ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുമോ അവർ പ്രതീക്ഷിക്കുമ്പോൾ ഇന്ന് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രസ്താവന വരുന്നത് എന്താണ്? കന്യാസ്ത്രീകളായതുകൊണ്ടും മലയാളികളായതുകൊണ്ടും കുറ്റം ചെയ്താലും അവരെ ഏതു വിധേനയും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് തങ്ങളുടെ നയം എന്ന ചില രാഷ്ട്രീയ സംഘടനകളുടെ നയം തീർത്തും അപലപനീയമാണ്. പിന്നീട് അങ്ങോട്ട് പറയുന്ന ദീർഘമായ കാര്യങ്ങൾ അങ്ങനെയൊക്കെ അവിടെ നിൽക്കുന്നു. ഇനി ശശികല, KP ശശികലയുടെ പോസ്റ്റ്, ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോഴും മുനമ്പത്തെ വഖഫ് വിഷയത്തിലും പാലാ ബിഷപ്പ് ഹൗസിലേക്ക് ഇസ്ലാമിക തീവ്രവാദികൾ പ്രകടനം നടത്തിയപ്പോഴും അങ്ങനെ നിരവധി തവണ ക്രൈസ്തവ വിശ്വാസികളുടെ ആത്മാഭിമാനം വ്രണപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഒന്നും കണ്ടിട്ടില്ലാത്ത മതനേതൃത്വങ്ങളുടെ ആർജവം ഇപ്പോൾ കേരളത്തിൽ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്നാണ് പറയുന്നത്. അതവിടെ നിൽക്കുന്നു. ഇനി നമ്മൾ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ, അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്, സംസ്ഥാനത്തെ BJP നേതൃത്വം ഒരു നിലപാടെടുക്കുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കൊപ്പം. പക്ഷേ കേരളത്തിന് പുറത്ത് അങ്ങനെയല്ല, കേന്ദ്ര നേതൃത്വം മറ്റൊരു നിലപാടെടുക്കുന്നു എന്നാണല്ലോ കണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് നോക്കൂ, ഇപ്പോൾ കോൺഗ്രസും ഇടതുപക്ഷവും നടത്തുന്ന വെറും നാടകവും അവസരവാദ രാഷ്ട്രീയവും മാത്രമാണ്, അതൊരിക്കലും ജനങ്ങളെ സഹായിക്കില്ല. അടുത്ത വരി, കഴിഞ്ഞ ദിവസങ്ങളിൽ ജയിലിലും കോടതിക്കും പുറത്തു വെച്ച് നടത്തിയ അനാവശ്യ നാടകങ്ങളും പ്രതിഷേധങ്ങളും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ നേരിടുന്ന സാഹചര്യത്തെ കൂടുതൽ വഷളാക്കാനും സങ്കീർണമാക്കാനും മാത്രമാണ് ഉപകരിച്ചത്. അപ്പോൾ നമ്മൾ ജയിലിന് പുറത്ത് കണ്ട ആക്രോശവും അത് കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം നടന്ന ആഹ്ലാദാരവും നാടകമായിരുന്നില്ല. അവിടെ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ വന്നവരാണ് നാടകമാടിയിരുന്നത്. അപ്പോൾ BJPയുടേതാണ് കൃത്യമായ നിലപാടെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പോസ്റ്റ് അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കണം. അന്വേഷണത്തിൻ്റെ സുതാര്യത ഉറപ്പുവരുത്താനും എല്ലാവിധ സമ്മർദ്ദങ്ങളും ഒഴിവാക്കാനും ഗൗരവമേറിയ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയിലേക്ക് കേസ് മാറ്റിയിരിക്കുന്നു. എവിടേക്ക് മാറ്റിയിരിക്കുന്നു? NIA കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഗൗരവം എന്താണ്? അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? കന്യാസ്ത്രീകൾ തെറ്റു ചെയ്തു എന്നാണോ, അതോ ഛത്തീസ്ഗഡ് സർക്കാർ തെറ്റു ചെയ്തു എന്നാണോ? ഛത്തീസ്ഗഡ് സർക്കാരിന് തെറ്റു പറ്റിയിട്ടില്ല എന്നുള്ള വാദം തന്നെയാണ് ഇപ്പോൾ BJP നേതാക്കൾ പറയുന്നത്. അതായത് സംസ്ഥാനത്തെ BJP നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാടിലേക്ക് മാറേണ്ടി വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. ഇനി പറഞ്ഞ ജോർജ് കുര്യൻ്റെ പ്രതികരണം,
അത് നമുക്ക് തമാശയായി കളയാമെന്നേ. ജോർജ് കുര്യൻ എങ്ങനെയാണ് ഈ സഹമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്? ജോർജ് കുര്യനെ സഹമന്ത്രി സ്ഥാനത്തേക്ക് എങ്ങനെയാണ് പരിഗണിക്കുന്നത്? ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടി പരിഗണിച്ചാലേ ഇവിടെ തിരഞ്ഞെടുപ്പ് വിജയം സാധ്യമാകുകയുള്ളൂ. ഇവിടുത്തെ 18% കൂടി ചേർന്നാലേ ഒരു വിജയത്തിന് സാധ്യമാകുകയുള്ളൂ എന്ന ബോധ്യത്തിൽ നിന്നാണ് ഈ തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് പോയത്. ഈ പുനഃസംഘടന വന്നു കഴിഞ്ഞപ്പോൾ 4 ജനറൽ സെക്രട്ടറിമാരിൽ ഒരു ക്രിസ്ത്യാനിയെ എങ്ങനെയാണ് അതിൽ അവരോധിക്കുന്നത്? അതുകൂടാതെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അല്ലേ ഒരു ക്രിസ്ത്യൻ പ്രതിനിധി എങ്ങനെയാണ് ഉൾപ്പെടുത്തുന്നത്? അപ്പോൾ ഒരു മാറ്റം വേണ്ടതുണ്ട്. അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വോട്ട് വീതം നേടിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാം എന്നുള്ള മോഹങ്ങൾക്കാണ് ഇപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുന്നത്. ആ തിരിച്ചടി എന്നത് ഇപ്പോൾ സഭ അത് കൃത്യമായി ബോധ്യമായിട്ടുണ്ടെങ്കിൽ കൊള്ളാം. കാരണം ഇപ്പോൾ ഈ പറയുന്നുണ്ടല്ലോ, അവിടെ ഒരു നിയമമുണ്ട്. ആ നിയമം ലംഘിക്കുകയാണ് കന്യാസ്ത്രീകൾ ചെയ്തത്. അതാണ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ നിയമം? ഛത്തീസ്ഗഡിൽ മതസ്വാതന്ത്ര്യ നിയമമുണ്ട്. ശരി, മതസ്വാതന്ത്ര്യ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് എന്ന് വാദിക്കാം. അതൊക്കെ വാദത്തിന് പറയാം. എന്താണ് മതസ്വാതന്ത്ര്യ നിയമം പറയുന്നത്? ഈ നിയമം പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കൽ, പ്രലോഭനം, ഭീഷണി, അനാവശ്യ സ്വാധീനം, നിർബന്ധം, വിവാഹം അല്ലെങ്കിൽ വഞ്ചനാപരമായ മാർഗങ്ങൾ എന്നിവയിലൂടെ ഒരു മതത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരിവർത്തനം നിരോധിക്കുകയാണ് നിയമലക്ഷ്യം. അതാണ് നിയമലക്ഷ്യം. അതല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മതത്തിലേക്ക് മാറണമെങ്കിൽ അത് ഇതിൻ്റെ പരിധിയിൽ വരില്ല. ഇനിയിപ്പോൾ ഇവരുടെ ഈ കേസിലേക്ക് വരുമ്പോൾ അവിടെ മതപരിവർത്തനം നടന്നിട്ടില്ല. ആ 3 പെൺകുട്ടികളും ക്രിസ്ത്യാനികളായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. നോക്കൂ, ഇവരെ കാണാൻ പോയ ആനി രാജ എഴുതുകയാണ്, അവർക്ക് ചെരുപ്പിടാൻ, ജയിലിനകത്ത് ചെരുപ്പിടാൻ പോലും നിർവാഹമില്ല. ചെരുപ്പില്ലാതെ ഈ 60 വയസ്സ് കഴിഞ്ഞ്, നമ്മൾ ഇന്നലെ പ്രായം തെറ്റിപ്പോയതാണ്, 60 വയസ്സിന് മേലെയാണ് ഈ 2 കന്യാസ്ത്രീകളും. അവർക്ക് ചെരുപ്പിടാൻ പോലും പാടില്ല. അവർ മുഴുവൻ കന്യാസ്ത്രീകളുടെ വേഷത്തിലാണോ നിൽക്കുന്നത്? അല്ല. കാരണം അവർക്ക് കൊന്ത ധരിക്കാൻ അനുവാദമില്ല. കൊന്ത പോക്കറ്റിൽ വെച്ചാൽ മതി. കൊന്ത കാണുമ്പോൾ അവർക്ക് ഹാലിളകും, അതിലെ കുരിശ് കാണുമ്പോൾ ഹാലിളകും. അതുകൊണ്ട് അത് അകത്ത് വെച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് മതസ്വാതന്ത്ര്യമാണ് ഇവിടെ നടക്കുന്നത്? എന്ത് ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് എന്തുമാകാം. അവർ നിയമം കയ്യിലെടുത്തു, അവർ അതിൻ്റെ കാര്യങ്ങൾ നടപ്പാക്കുന്നു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് ഉറപ്പ് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്താണ്? എൻ ഐ എ കോടതിയിലേക്ക് വിട്ടത് തെറ്റായി പോയി എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. കേരളത്തിലെ സാഹചര്യം ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ടാകാം. കാരണം ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ ഒരു കൃത്യമായ കണക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, എത്ര ശതമാനം നേടണമെന്നുള്ള ഇവിടെ പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പോൾ ആ ശതമാനത്തിലേക്ക് എത്തണമെങ്കിൽ 25% അത് കിട്ടണമെങ്കിൽ ഇവർ കൂടിയാലേ കണക്കൊപ്പിക്കാൻ പറ്റൂ എന്ന് രാജീവ് ചന്ദ്രശേഖർ അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന്. ഇനിയിപ്പോൾ പ്രോസിക്യൂഷൻ അവിടെ ഇനി തടയില്ല, ഈ ജാമ്യത്തെ എതിർക്കില്ല എന്ന് പറയുന്നു. ജാമ്യത്തെ എതിർത്തില്ലെങ്കിലും അവിടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സഭയുടെ നിലപാട് എന്തായിരിക്കും? കന്യാസ്ത്രീകൾ അഥവാ മോചിപ്പിക്കപ്പെടുകയാണ്, ജാമ്യത്തിൽ അവർ പുറത്തിറങ്ങുകയാണെങ്കിൽ ഇനി സഭ എടുക്കുന്ന നിലപാടാണ് ഏറ്റവും പ്രധാനം. അതായത് കന്യാസ്ത്രീകൾ ഇതാ പുറത്തിറങ്ങിയിരിക്കുന്നു, കന്യാസ്ത്രീകളെ ഞങ്ങളിതാ പുറത്തിറക്കിയിരിക്കുന്നു, ഞങ്ങളിതാ വലിയ കാര്യം ചെയ്തിരിക്കുന്നു, ഞങ്ങളെ വലിയ മനസ്സ് നിങ്ങൾ കാണൂ എന്ന് പറയുന്നതിൽ ഇനിയും സഭ വീഴുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവർക്ക് അതിലേക്കുള്ള കൃത്യമായ ബോധ്യത്തിലേക്ക് അടുത്ത ഉന്നം ഞങ്ങളാണ് എന്ന തിരിച്ചറിവിലേക്ക് അവർ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ തിരിച്ചറിവിലേക്ക് എത്തിയതായി ചില മതമേലധ്യക്ഷന്മാരുടെ പ്രതികരണത്തിലുണ്ട്. പക്ഷേ ചിലരുടേതിൽ ഇല്ല എന്നുള്ളതാണ്. ന്യൂനപക്ഷം ഭയക്കേണ്ട, ജനാധിപത്യപരമായി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയാത്ത, മതനിരപേക്ഷ നിലപാടുള്ളവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം വീണ്ടും പോവുകയാണ്. ഇന്ന് വന്നിരിക്കുന്ന സുപ്രധാന ഒരു വിധി കൂടിയുണ്ടല്ലോ, പ്രജ്ഞാ ഠാക്കൂറിനെ അടക്കം മോചിപ്പിച്ചുകൊണ്ടുള്ള കോടതി വിധി, എല്ലാ കുറ്റവാളികളെയും മോചിപ്പിച്ചുകൊണ്ടുള്ള കോടതി വിധി കൂടി വന്ന ദിവസമാണിന്ന്. Meet the editors.